അറിയിക്കുകയും പോലീസുകാരോട് പറയുകയും ഇപ്പം രാജ്ഭവൻ സെക്രട്ടറിയോട് തന്നെ ഇത് വിസിയോട് വിശദീകരണം തേടാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഈ ബാനറുകൾ നീക്കണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഗവർണർ ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നടപടി എങ്ങനെ കാണുന്നത്? അല്ല, ബാനറുകളിലൂടെ പോസ്റ്ററുകളിലൂടെയൊക്കെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തുക എന്നുള്ളത് അങ്ങേയറ്റം ജനാധിപത്യപരമായിട്ടുള്ള രീതിയാണ്, നിലയാണ്. ഈ ക്യാമ്പസിനകത്ത് SFI സ്ഥാപിച്ചിട്ടുള്ള വിവിധങ്ങളായ ബാനറുകളുണ്ട്, ബോർഡുകളുണ്ട്, പോസ്റ്ററുകളുണ്ട്. അതിലൊക്കെ തന്നെ ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ജനാധിപത്യപരമായ മുദ്രാവാക്യങ്ങളാണ്, രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാണ്. ഇന്ന് കേരളത്തിനകത്ത് ഉയർന്ന് കേൾക്കണം എന്ന് കേരളത്തിലെ ഓരോ മനുഷ്യരും ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാണ് ഞങ്ങൾ ഉയർത്തിയിട്ടുള്ളത്. ഈ മുദ്രാവാക്യങ്ങളെ, രാഷ്ട്രീയ ചോദ്യങ്ങളെ ഈ വിധത്തിൽ ചാൻസലർ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള എന്തെല്ലാമൊക്കെയോ തകരാറുണ്ട് എന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ സമരം ആരംഭിക്കുമ്പോൾ ഏറ്റവും നിലവാരത്തിലായിരിക്കണം ഞങ്ങളുടെ സമരരൂപങ്ങൾ എന്നുള്ളതിനെ സംബന്ധിച്ച്, ഞങ്ങളുടെ പ്രതിഷേധങ്ങൾ ഏറ്റവും നിലവാരത്തിലായിരിക്കണം എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ ചാൻസലർ, ഇപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ പ്രതിയോഗി എന്ന കണക്കെയാണ് ഇപ്പോൾ നിലവിൽ പൊതുസമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ പ്രതിയോഗി ഒരു തരത്തിലുമുള്ള നിലവാരമില്ലാതെ ഓരോ ദിവസം ചെല്ലുന്തോറും അദ്ദേഹത്തിന്റെ നിലവാരത്തിനകത്ത് വലിയ ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അനുഭവമാണ് നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നത്. ഇപ്പോൾ ഇന്ന് അദ്ദേഹം വിവാഹ ചടങ്ങിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി പോയി നല്ല മട്ടൻ മന്തിയൊക്കെ കഴിച്ച് തിരിച്ചു വന്ന് കുറച്ച് പാൻപരാഗൊക്കെ മുറുക്കിയതിന് ശേഷം നേരെ ഇന്ന് ക്യാമ്പസിനകത്തുകൂടെ ഇറങ്ങി നടന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള ആക്രോശങ്ങൾ, ഇടപെടലുകൾ ഒക്കെ നമ്മൾ കണ്ടു. എന്ത് രീതിയാണിത്? സ്വാഭാവികമായിട്ട് ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ഓരോ ആളുകളെ സംബന്ധിച്ചും ഇതെന്ത് രീതിയാണ്? ഒരു ഉത്തരവാദിത്വപ്പെട്ട ഭരണഘടനാ സ്ഥാനത്താണ് താൻ ഇരിക്കുന്നത് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള ഗവർണർ, അദ്ദേഹം ചെയ്യേണ്ടുന്ന രീതിയാണോ, അദ്ദേഹം പുലർത്തേണ്ടുന്ന മാന്യതയാണോ ഇന്ന് അദ്ദേഹം പുലർത്തിയിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും പൊതുസമൂഹത്തിനകത്ത് ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ജനാധിപത്യപരമായ സമരങ്ങളെ, ജനാധിപത്യപരമായി ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങളെ ഇത്രമേൽ അദ്ദേഹം ഭയക്കേണ്ടുന്ന കാര്യമില്ല എന്നുള്ളതാണ്. ഈ സമയം വരെ ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി തരുന്നതിന് വേണ്ടി തയ്യാറാകുന്നില്ല. അദ്ദേഹം ഇപ്പോഴും ഇന്നലെ മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ ആവർത്തിച്ച് ചോദിച്ചത് ഞാൻ എന്തിന് ഈ ക്രിമിനലുകൾക്ക് മറുപടി കൊടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഞങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ സമരത്തിൽ അണിനിരന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നുള്ളത് ഈ സംസ്ഥാനത്തിനകത്തെ വിദ്യാർത്ഥികളാണ്. അദ്ദേഹം ചാൻസലറായിരിക്കുന്ന സർവകലാശാലകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഞങ്ങൾക്ക് അദ്ദേഹം മറുപടി തന്നേ തീരൂ. ഞങ്ങൾക്കെന്നല്ല, കേരളത്തിലെ ഓരോ മനുഷ്യന്റെയും ചോദ്യത്തിനും മറുപടി തരുന്നതിന് വേണ്ടിയുള്ള ബാധ്യസ്ഥത കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർക്കുണ്ട്. അദ്ദേഹം ഈ വിവിധ സെനറ്റുകളിലേക്ക് നടത്തിയിട്ടുള്ള നോമിനേഷൻ ചാൻസലർ എന്ന പദവിക്കകത്തിരുന്നു കൊണ്ടാണ്. ചാൻസലറാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ചാൻസലർ പദവിയിൽ അദ്ദേഹത്തെ ഇരുത്തിയിട്ടുള്ളത് കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത നിയമസഭ പാസാക്കിയിട്ടുള്ള സർവകലാശാല ആക്ട് പ്രകാരമാണ് സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ ഇരിക്കുന്നത്. അങ്ങനെ കേരള നിയമസഭ പാസാക്കിയ ആക്ട് പ്രകാരം സർവകലാശാലകളുടെ ചാൻസലർ പദവിയിലിരുന്ന് ആ പദവിയിലിരുന്ന് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന, അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നത് പോലെ കാവ്യവൽക്കരണ ഇടപെടലുകൾ, ആ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് സമൂഹത്തിനകത്ത് ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ആവർത്തിച്ച് മനസ്സിലാക്കേണ്ടുന്നത് രാജ്ഭവനകത്തിരിക്കുന്നുണ്ട് എന്നതുകൊണ്ട് രാജാവാണ് താൻ എന്ന ധാരണയാണ് അദ്ദേഹത്തിന്. ഇത് ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്തിനകത്ത്, ജനാധിപത്യ കേരളത്തിനകത്ത് ജനാധിപത്യ ചോദ്യങ്ങൾ ഉയരും, ജനാധിപത്യ സമരങ്ങൾ ഉയരും. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. മറുപടി പറയിക്കും എന്നുള്ളതാണ് കേരളത്തിന്റെ സമരചരിത്രം. ഈ ഗവർണർ വന്ന സമയത്ത് തന്നെ നിങ്ങളുടെ സമരം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഗവർണർ ചോദിച്ച ചോദ്യം, എവിടെ ഞാൻ വരുന്ന വഴിക്ക് എവിടെയും പ്രതിഷേധം കണ്ടില്ലല്ലോ, ഒരു SFIക്കാരെയും കണ്ടില്ല എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പരാമർശിച്ചത്. അതായത് അദ്ദേഹത്തിന്റെ ആ സമരം നടന്നായിട്ട് അദ്ദേഹത്തിന് അറിവില്ല എന്നുള്ള തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. അല്ല, അദ്ദേഹത്തിന്റെ ഓരോ പ്രതികരണവും ഇപ്പൊ ഞാൻ നേരത്തെ തന്നെ പലയാവർത്തി പറഞ്ഞു. ഞങ്ങൾ ഈ സമരം ആരംഭിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു ചുമതല വഹിക്കുന്ന ചാൻസലർ പദവിയിലിരിക്കുന്ന ആളുമായാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഘട്ടമെത്തുമ്പോൾ ചാൻസലറുടെ പോയിട്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ ചില തമാശ ചിത്രങ്ങളിലെ നാലാംകിട ഗുണ്ടാ കഥാപാത്രങ്ങൾ പോലെ തമാശ കഥാപാത്രമായിട്ട് അയാൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോ ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ ഇന്ന് ഈ ക്യാമ്പസിനകത്ത് ഇന്നലെ മുതൽ 4 ജില്ലകളിൽ നിന്നുള്ള പോലീസ് ഫോഴ്സ് ഉണ്ട്.
4 ജില്ലകളിൽ നിന്നുള്ള പോലീസ് ഫോഴ്സിന്റെ ആയിരക്കണക്കിന് പോലീസുകാരുടെ നടുക്ക് നിന്നാണ് ഇദ്ദേഹം ഈ വെല്ലുവിളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെ വന്ന് അടിക്കുക, നിങ്ങൾ എന്നെ വന്ന് ആക്രമിക്കുക, എന്നെ അടിക്കുക എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇവിടെ ഒരു പോലീസിന്റെയും സഹായമില്ലാതെ അല്ലെങ്കിൽ ഒരു പോലീസിന്റെയും സംരക്ഷണ കവചമില്ലാതെ ബഹുമാനപ്പെട്ട ചാൻസലർ ഇങ്ങോട്ട് കടന്നു വന്നു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് ഒരു കല്ലും ഞങ്ങൾ എറിയില്ല. അദ്ദേഹത്തെ ഒരു തരത്തിലും ഞങ്ങൾ ആക്രമിക്കില്ല. ഞങ്ങളുടെ സമരം ജനാധിപത്യപരമായിരിക്കും. ഞങ്ങളൊരു അക്രമത്തിനും നേതൃത്വം കൊടുക്കുന്ന ആളുകളല്ല. അപ്പൊ ഇദ്ദേഹം എന്തോ മറ്റേ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വന്നിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ എന്തോ എന്താ പറയാ മല്ലുയുദ്ധത്തിന് വന്നിരിക്കുന്നത് പോലെ യുദ്ധപ്രഖ്യാപനം നടത്തി ഞാനങ്ങ് യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള ശരീരഭാഷയോടെയാണ് അദ്ദേഹം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാണ്. ഞങ്ങളുടെ ചോദ്യങ്ങൾ രാഷ്ട്രീയ ചോദ്യങ്ങളാണ്. ഞങ്ങളുടെ സമരം രാഷ്ട്രീയ സമരമാണ്. ആ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ആ സമരം കേരളത്തിലെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിലെ മതനിരപേക്ഷ ചേരിയിൽ നിൽക്കുന്ന സർവകലാശാലകൾ, കലാലയങ്ങൾ, സംഘപരിവാർ കേന്ദ്രങ്ങളാകരുത് എന്ന നിലപാടുള്ള മുഴുവൻ മനുഷ്യരും ഞങ്ങളുടെ സമരത്തോടൊപ്പമുണ്ട്. ആ സമരം ഞങ്ങൾ കരുത്തോടെ തുടരും. ഓടിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കാറിൽ വന്നപ്പോൾ കരിങ്കൊടിയുമായി വന്നു, ഞാൻ അങ്ങോട്ട് ഇറങ്ങി നിന്നപ്പോൾ പിന്നെ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ സമരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മാധ്യമങ്ങളൊക്കെ തന്നെ സമരം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ സമരത്തെ സംബന്ധിച്ച് ഏത് നിലയിലാണ് സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മാധ്യമ സ്ഥാപനങ്ങൾ വഴി പൊതുസമൂഹത്തെയും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ജനങ്ങൾക്കും നല്ല ബോധ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആ നിലയിൽ തന്നെ സമരം മുന്നോട്ട് കൊണ്ടുപോകും. ഇദ്ദേഹം ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇന്നലെ അദ്ദേഹത്തിന് നല്ല ഉദ്ദേശം ഉണ്ടായിരുന്നു, എങ്ങനെയും സമരക്കാർക്കിടയിലേക്ക് ഇറങ്ങുക, ഏതെങ്കിലും പ്രകോപനം സൃഷ്ടിച്ച് എങ്ങനെയെങ്കിലും സമരത്തെ അക്രമാസക്തമാക്കി മാറ്റുക. ആ ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ് ഇന്നലെ മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ അദ്ദേഹത്തിന്റെ ശ്രമം നടന്നില്ല. അപ്പൊ അതിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പൊ ഇന്ന് നമ്മൾ കണ്ടത്. ക്യാമ്പസിനകത്തൂടെ നടത്തിയിട്ടുള്ള ഷോ ഓഫ് നമ്മൾ കണ്ടത് അതിന്റെ തുടർച്ചയാണ്. ഇദ്ദേഹത്തിന് പ്രതീക്ഷിക്കുന്നത് പോലെ അദ്ദേഹത്തെ ആക്രമിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ അജണ്ട. ഞങ്ങളുടെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ സമരം ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ അജണ്ട. ഇതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ ഷോ വർക്കിന് അല്ലെങ്കിൽ കീലേരി അച്ചു നിലവാരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾക്കോ കമന്റുകൾക്കോ മറുപടി പറയുന്നൊരു നിലവാരത്തിലേക്ക് എന്ത് തന്നെയാണെങ്കിലും ഇറങ്ങുന്നതിന് വേണ്ടി SFI ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ഏറ്റവും ശക്തമായി ഞങ്ങളുടെ സമരം തുടരുകയാണ്. ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ യൂത്ത് കോൺഗ്രസും KSU ഒക്കെ സോഷ്യൽ മീഡിയയിൽ വഴി ഉന്നയിക്കുന്ന ഒരു ആരോപണം, ഈ KSUക്കാർക്കൊക്കെ പോലീസ് ക്രൂരമായ മർദ്ദനമേൽക്കുമ്പോൾ ഈ ആർഷോ അടക്കമുള്ള നേതാക്കന്മാരെ ഇന്നലെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ടോ എന്ന് വീഡിയോ അടക്കം പങ്കുവച്ചുകൊണ്ടാണ് പ്രചാരണം നടന്നത്. അതായത് ഒരു അഡ്ജസ്റ്റ്മെന്റ് സമരം രീതിയിലാണ് നടത്തിയത്. പോലീസുകാർ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയ രീതിയൊക്കെ വിമർശിക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് നടന്നത് യഥാർത്ഥത്തിൽ? ഇന്നലെ ഞങ്ങളുടെ സമരം ആരംഭിച്ച് ആദ്യം ക്യാമ്പസിനകത്ത് 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന നിലയുണ്ടായിരുന്നു. 1 മണിക്കൂറിന് മുകളിൽ സമയമെടുത്തു പോലീസിനെ സംബന്ധിച്ച് സമരത്തിലുണ്ടായിരുന്ന ആളുകളെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടി. അതിനുശേഷവും ഞങ്ങളുടെ സമരം ഞങ്ങൾ തുടർന്നു. ഏത് നിലയിലാണ് SFIയുടെ സമരസഖാക്കൾക്ക് നേരെ പോലീസ് ഫോഴ്സ് ഉപയോഗിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഈ ഘട്ടത്തിൽ ഞങ്ങളുടെ നിരവധി സഖാക്കൾക്ക് അതിക്രൂരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്താണ് ഞങ്ങളുടെ പ്രവർത്തകർക്ക് തലപൊട്ടി ചോരയൊലിച്ചുകൊണ്ടിരിക്കുന്ന SFI സഖാക്കളുടെ ദൃശ്യങ്ങൾ നിങ്ങളുടെ ചാനലുകളിലൂടെ തന്നെ പൊതുസമൂഹത്തിലേക്ക് എത്തിയിട്ടുള്ളതാണ്. ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള സഖാക്കൾക്കടക്കം വലിയ പരിക്കേൽക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാ തരത്തിലുള്ള ഇപ്പോ പോലീസ് നടപടിയാണെങ്കിലും നിയമ നടപടിയാണെങ്കിലും അത് അതിന്റെ ഏറ്റവും രൂക്ഷമായ നിലയിൽ തന്നെ ഉണ്ടാകും എന്ന നല്ല ബോധ്യത്തിനകത്ത് നിന്നുകൊണ്ടാണ് ഞങ്ങൾ സമരത്തിനിറങ്ങുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഏത് അക്രമം ഉണ്ടായാലും ഏത് തരത്തിലുള്ള ഫോഴ്സ് ഉപയോഗപ്പെടുത്തിയാലും ഞങ്ങളുടെ സമര മുദ്രാവാക്യത്തിൽ നിന്ന് പുറകോട്ടില്ല എന്നുള്ളത് ഞങ്ങളുടെ ഒന്നാമത്തെ നിലപാട്. 2, നിലവിൽ കേരളത്തിനകത്ത് യൂത്ത് കോൺഗ്രസും KSUവും നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ ഒരു സമരവുമായി ബന്ധപ്പെട്ട് പോലീസ് ആക്ഷൻ ഉണ്ടായാൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അയ്യോ ഞങ്ങളെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞു പോകുന്ന ഒരു നില എന്തായാലും ഞങ്ങൾ സ്വീകരിക്കില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഇതിനേക്കാളൊക്കെ എത്രയോ വലിയ സമരമുഖങ്ങളിലൂടെ സഞ്ചരിച്ച സംഘടനയാണ് SFI. നമുക്കറിയാം കോഴിക്കോട് ജില്ലക്കകത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, SFIയുടെ സമരത്തിന് നേരെ UDF ഭരണകാലത്ത് SFIയുടെ സമരത്തിന് നേരെ പോലീസ് വെടിയുതിർത്ത അനുഭവം കാഴ്ച നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും. ആ നിലയിൽ തന്നെ SFI സമരങ്ങളെ കഴിഞ്ഞ UDF മിനിസ്ട്രിയുടെ സമയത്ത് എങ്ങനെയായിരുന്നു നേരിട്ടത് എന്നുള്ളത് നമ്മുടെ മുൻപിൽ അനുഭവമുണ്ട്. പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ പാഠപുസ്തകം ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്ത SFI പ്രവർത്തകർക്ക് നേരെ ഇലക്ട്രിക് ലാത്തി പ്രയോഗിച്ച ആഭ്യന്തര വകുപ്പ് ഉണ്ടായിരുന്ന
സംസ്ഥാനമാണ് കേരളം എന്നുള്ളത്. അതേപോലെ തന്നെ സമരം നടക്കുന്ന പ്രവർത്തകരുടെ തലയടിച്ച് പൊളിക്കുന്ന, ഇതിനു മുൻപ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് പി ബിജുവിന്റെ ഒരു ചിത്രപ്പഴും നമ്മുടെയൊക്കെ സഖാവ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. എന്നിരുന്നാലും നമ്മുടെയൊക്കെ ഓർമ്മകളിലേക്ക് കടന്നു വരും ഏത് നിലയിലാണ് സഖാവിനെയൊക്കെ ആക്രമിച്ചെന്നുള്ളത്. ഈ പറഞ്ഞ പോലെ ഗീനാകുമാരിയുമായി ബന്ധപ്പെട്ട്, ഈ കഴിഞ്ഞ SFIയുടെ മുൻകാല നേതാവായിരുന്ന ഗീനാകുമാരിയുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്താണ് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുണ്ടായിരുന്നു. അന്ന് സഖാവിനെ ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്യുന്ന ഒരു സാഹചര്യം എത്തുമ്പോഴേക്കും ആ മുൻകാല SFI പ്രവർത്തകരെ കാണാൻ വന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തയൊക്കെ. അപ്പൊ അങ്ങനെ വിദ്യാർത്ഥി സമരങ്ങളെ അതിക്രൂരമായി ആക്രമിച്ചൊതുക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ കേരളം ഒരുപാട് മാറി എന്നുള്ളതിന്റെ വസ്തുത കൂടി നമ്മുടെ മുൻപിലുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഏതു തരത്തിലുള്ള പോലീസ് ആക്ഷൻ ഉണ്ടായാലും, ഏത് തരത്തിലുള്ള നിയമപരമായിട്ടുള്ള നടപടി ഉണ്ടായാലും അതിനെയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട്, അതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സമരരംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. കാരണം ഞങ്ങളുടെ സമരം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. അതിൽ ഏതെല്ലാം തരത്തിലുള്ള അടിച്ചമർത്തൽ ഉണ്ടായാലും, ഇനി ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും ആ സമരത്തിൽ നിന്ന് പുറകോട്ട് പോകില്ല എന്നുള്ളത് തന്നെയാണ് SFIയുടെ നിലപാട്. ബാനറുകൾ നീക്കം ചെയ്യണം എന്നുള്ളതാണ് നിലപാട്. നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത്തരമൊരു തീരുമാനം വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും SFIന്? ഇപ്പൊ ബാനർ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഇന്ന് രാവിലെ മാധ്യമങ്ങളിലൂടെ കണ്ട ചാൻസലറുടെ അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളത്. പിന്നെ ഇപ്പൊ നിലവിൽ പോലീസിനെ സംബന്ധിച്ച് അവരുടെ ഡ്യൂട്ടി അല്ല അത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പോലീസിനെ വിന്യസിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡ്യൂട്ടിക്കാണ്. സ്വാഭാവികമായും പോലീസിനെ സംബന്ധിച്ച് നിലവിൽ ബാനറുകൾ നീക്കം ചെയ്യുക എന്നൊരു ഉത്തരവാദിത്വം പോലീസ് എന്തായാലും ഏറ്റെടുക്കേണ്ടതില്ല, അവരുടെ ഡ്യൂട്ടി അല്ലത്. രണ്ട്, ഇത് സർവകലാശാല നീക്കം ചെയ്യുക എന്നുള്ളതാണ്. സർവകലാശാലയെ സംബന്ധിച്ച് ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. എന്തായാലും സർവകലാശാല ആ നിലയ്ക്ക് ഒഫീഷ്യലായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ഇന്ന് എന്തായാലും കഴിയില്ല, നാളെ കഴിയൂ. ഇനി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും SFI അത് അനുവദിക്കില്ല. കാരണം ജനാധിപത്യപരമായിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ബാനറുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അതിൽ രാഷ്ട്രീയ മുദ്രാവാക്യമാണ്. അത് ഈ ക്യാമ്പസിനകത്തുകൂടെ പോയാൽ നിരവധിയായിട്ടുള്ള ബാനറുകളും പ്രചരണ വസ്തുക്കളൊക്കെ കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ആ കവാടത്തിലേക്ക് കയറി വരുമ്പോൾ ചാൻസലർ നാളെ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത് RSSന്റെ പരിപാടിക്കകത്താണ്. ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് നാളെ ചാൻസലർ പങ്കെടുക്കാനിരിക്കുന്നത്. ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർച്ച് സർവകലാശാലയുടെ മുന്നിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ബാനറുകളും പോസ്റ്ററുകളും ഈ RSS അനുകൂലികൾ ക്യാമ്പസിന്റെ പരിസരങ്ങളിൽ ഒട്ടിച്ചത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെയാണെങ്കിൽ അത് മുഴുവൻ നീക്കം ചെയ്യണമല്ലോ. നിലപാട് ബാനർ നീക്കം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാമ്പസിലെ എല്ലാ ബാനറും നീക്കം ചെയ്യുക എന്നുള്ളൊരു തീരുമാനമാണല്ലോ. അല്ലാതെ ചാൻസലർ മഹാനാണ്, ചാൻസലർ ഗംഭീരാണ്, കിടുവാണ് എന്ന് പറയുന്ന ബാനറുകളൊക്കെ അവിടെ നിന്നോട്ടെ. മറ്റ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആവർത്തിക്കാനുള്ളത് ഇത് രാജഭരണമല്ല, ഇത് രാജകൊട്ടാരം അല്ലെ അദ്ദേഹം രാജാവും അദ്ദേഹത്തിന്റെ രാജപദവിക്ക് കീഴിലുള്ള ഇടങ്ങളുമല്ല ഇത് എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. ജനാധിപത്യപരമായിട്ടുള്ള ബാനറുകൾ ഉണ്ടാവും. ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ ബാനറുകളിൽ ഒരു ബാനർ നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ പകരം 100 ബാനർ ക്യാമ്പസിനകത്ത് SFI ഉയർത്തും. ആ ബാനറുകൾക്കകത്ത് മുഴുവൻ കേരളം ഇന്ന് ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉണ്ടാവും.